നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. 3-4 ദിവസത്തെ ഡ്രസ് എടുത്താൽ മതി കേട്ടോ. നീ വരുന്നുണ്ടെങ്കിൽ 3-4 ദിവസത്തെ ഡ്രസ് എടുത്താൽ മതിയെന്ന്. പിന്നെ ഞാൻ പാക്ക് ചെയ്യല്ലേ? നീ വരുന്നുണ്ടെങ്കിൽ വാടി. എന്തായി നിന്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ആ, കുറെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു. കുറെയൊന്നും വേണ്ട, വളരെ കുറച്ചു മതി. അങ്ങോട്ട് പോകുന്ന ടൂർ മോഡിലാണെങ്കിലും തിരികെ വരുന്നത് വിലാപയാത്രയായിട്ടായിരിക്കും, അർച്ചനയുടെ ശവശരീരവും കൊണ്ട്. ചേച്ചി, ഇത് നമ്മൾ മുന്നേ കളിച്ച കളികൾ പോലെ അല്ല. അർച്ചനയെ കൊല്ലുന്ന നിസ്സാരമായിട്ട് പറയുന്നുണ്ടെങ്കിലും ചേച്ചിക്കും അറിയാലോ അത് എത്ര റിസ്ക് ഉള്ളതാണെന്ന്. അത് നിനക്കറിയാഞ്ഞിട്ടാ. നമ്മൾ ഇത്രയും നാള് ചെയ്തതിൽ ഏറ്റവും റിസ്ക് കുറഞ്ഞതാ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നേ. ശത്രുക്കളോട് മത്സരിച്ചോണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് അവരെ വക വരുത്തുന്നതാ. എല്ലാ മത്സരവും അതോടെ കഴിയും. പിന്നീടുള്ള മത്സരങ്ങളെല്ലാം എതിരില്ലാതെ ഏകപക്ഷീയമായി നമ്മൾ ജയിക്കുകയും ചെയ്യും. ഒരു തരത്തിൽ ആലോചിച്ചാൽ നമ്മൾ ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ തെറ്റുകളിൽ ഏറ്റവും പാപം കിട്ടാൻ പോകുന്നത് അർച്ചനയുടെ കൊലപാതകത്തിനാ. പാവം, സ്വന്തം ഭർത്താവിനെയും ഈ കുടുംബത്തെയും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവള് നല്ലതുപോലെ ശ്രമിച്ചു. അതില് ഇതുവരെ അവള് വിജയിക്കുകയും ചെയ്തു. ഇത്രയും നാളും എല്ലാം ഒളിഞ്ഞും മറഞ്ഞുമായിരുന്നു. എന്നാൽ ഇനി അതാവില്ല അവൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരുടെയും മുന്നിൽ നിർത്തി പരസ്യ വിചാരണയ്ക്ക് വിധേയരാകുന്നതിന് മുമ്പ് അത് തടയണം. അതുകൊണ്ട് മാത്രമാ ഞാൻ ഇങ്ങനൊന്നും ചെയ്യാന്ന് കരുതിയത്. അർച്ചന പുറപ്പെടാൻ പോകുന്ന യാത്ര മരണയാത്രയാക്കും ഞാൻ. അതോടെ എതിരാളികളില്ലാത്ത അവന്തികയുടെ പകരം വീട്ടൽ ആരംഭിക്കാൻ പോവാ. എല്ലാത്തിന്റെ അവസാനം കണ്ടേ പിന്നെ പിന്മാറ്റമുള്ളൂ. ഇല്ലെങ്കിൽ അവന്തികയുടെ മരണം. നാളെ രാവിലെ പോകാനുള്ളതാ. എല്ലാം പാക്ക് ചെയ്തോ താൻ? നമ്മുടെ ഓരോ ജോഡി ഡ്രസ്സും സച്ചിന്റെ അത്യാവശ്യ ഫയലുകളും എടുത്തു വെച്ചു. ഇനി ലാപ്ടോപ്പ് കൂടി തന്നാ മതി. ഓരോ ജോഡി ഡ്രസ്സോ? അല്ല 3-4 ദിവസത്തെ ട്രിപ്പിനോ? അല്ല, ഈ ഫയലും ലാപ്ടോപ്പൊക്കെ എന്തിനാന്ന് മനസ്സിലായില്ല. അങ്ങനെയല്ലേ നമ്മളന്ന് ഡൽഹിക്ക് പോയപ്പോ പോയത്? ഇവിടത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ പോകുന്നിടത്തും കിട്ടുമല്ലോ, പിന്നെന്താ. ഡൽഹിക്ക് പോയത് ബിസിനസ് ആവശ്യത്തിന്, ഇപ്പൊ പോകാൻ പോകുന്നത് വിനോദയാത്രയ്ക്ക്. മനസ്സിലായോ? നമുക്ക് രണ്ടുപേർക്കും 4-5 ദിവസം ഇടാനുള്ള ഡ്രസ് എടുത്ത് വെക്കേ. ചെല്ല്. ഈ പോക്കാണെങ്കിൽ മുന്നോട്ടുള്ള നമ്മുടെ ദാമ്പത്യ ജീവിതം വളരെ പരിതാപകരവും ബുദ്ധിമുട്ട് നിറഞ്ഞതും ആവുമല്ലോ മോളെ. എന്നാലേ അതോർത്ത് മോൻ വിഷമിക്കണ്ട. നീ നോക്കി, നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ആ പെട്ടിയിലുണ്ട്. ഇപ്പൊ മനസ്സിലായോ അർച്ചന ആരാണെന്ന്? ഓ, അപ്പൊ എന്നെ പറ്റിച്ചതാണല്ലേ? അതെ, സാധാരണ ഇങ്ങോട്ടല്ലേ, ഇന്ന് അങ്ങോട്ട്. ആ, ആയിക്കോട്ടെ, എനിക്കും അവസരം കിട്ടുമല്ലോ. ഞാൻ ഇരു കൈയും നീട്ടി സ്വീകരിച്ചോളാമേ. അല്ല സച്ചേട്ടാ, എന്താ നമ്മുടെ നാളത്തെ പ്ലാൻ? അങ്ങനെ പ്ലാനൊന്നുമില്ല. പ്ലാൻ ചെയ്തൊക്കെ പോയാ ഒന്നും നടക്കില്ലടോ. നമ്മൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണും. നാളെ ഗസ്റ്റ് ഹൗസിലെത്തിയിട്ട് അപ്പൊ തീരുമാനിക്കാം
പിന്നീട് എങ്ങോട്ട് പോണോന്ന്. നമ്മുടെ ഗസ്റ്റ് ഹൗസ് ആദ്യമായിട്ട് കാണുന്നതിന്റെ സന്തോഷത്തില ഞാൻ. അല്ല, എന്തിനാ സജ്ജേട്ടാ നമുക്ക് അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഒക്കെ? കുറെ കാലം കൊണ്ട് പൂട്ടിക്കിടക്കുവാണോ? അച്ഛൻ പണ്ട് വാങ്ങിച്ചൊരു പ്രോപ്പർട്ടി അത്. നമ്മൾ ഈ വീട് വാങ്ങിച്ചത് പിന്നെ അങ്ങോട്ടാരും പോവാറില്ല. കുറെ ഓർമ്മകളുള്ള ഒരു വീടാ അത്. ഞാനും നന്ദേട്ടൻ ഉൾപ്പെടെ എല്ലാവരും ജീവിച്ച വീട്. അവിടുന്ന് ഇവിടേക്ക് എത്തി കുറച്ചുനാൾ കഴിഞ്ഞപ്പോ നന്ദേട്ടൻ പോയി. നമ്മളോടൊപ്പം ഈ യാത്രയ്ക്ക് വരണമെന്ന് അച്ഛന് നല്ല ആഗ്രഹം കാണും. മനഃപൂർവ്വം വരാത്തതാ. നന്ദേട്ടനെ കുറിച്ചുള്ള ഓർമ്മകളാ അവിടെ മുഴുവൻ. മനഃപൂർവ്വം ദുഃഖം വിളിച്ചു വരുന്നുണ്ടെന്ന് കരുതിയിട്ടാവും അച്ഛൻ പിന്മാറിയത്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജീവിച്ചിരിപ്പുണ്ടോ അതോ നന്ദേട്ടന് അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചു എന്ന് സച്ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണല്ലോ എല്ലാം. ഈ ലോകം വിട്ടു പോയി കാണും. അല്ലെങ്കിൽ എന്നെ ഇവിടേക്ക് വന്നേനെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുപോലൊരാള് ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിലെന്ന്. അല്ലെങ്കിൽ തിരിച്ചു വരണമെന്ന്. എനിക്ക് തോന്നുന്നു സച്ചേട്ടാ, നന്ദേട്ടൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന്. വരാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കും ചിലപ്പോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിലോ? എനിക്കങ്ങനെയാ തോന്നുന്നത്. സച്ചേട്ടൻ നോക്കിക്കോ, ഒരു ദിവസം അപ്രതീക്ഷിതമായി നന്ദേട്ടൻ ഇവിടെ വരും. എനിക്ക് ഉറപ്പാത്. അങ്ങനെ വന്നാൽ തന്നെ അച്ഛൻ്റെ പകുതി അസുഖം മാറും. തൻ്റെ വിശ്വാസം പോലെ നടക്കട്ടെ. നാളെ എന്തായാലും അങ്ങോട്ട് പോകുമല്ലേ? നന്ദേട്ടൻ്റെ കുറേ ഓർമ്മകളുള്ളിടത്തേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.